നബൂഖദ്നേസർ ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ തൻ്റെ പ്രധാന ഉദ്യോഗസ്ഥനെ വിളിച്ച് ഒരു ജോലി ഏൽപ്പിച്ചു. കാഴ്ചയ്ക്ക് അതിയോഗ്യരും നല്ല ബുദ്ധിയുള്ളവരുമായ 4 ഇസ്രായേൽ യുവാക്കളെ അതിശ്രദ്ധയോടെ പഠിപ്പിച്ചെടുക്കണമെന്നുള്ളതായിരുന്നു അത്. അദ്ദേഹം തന്നെയാണ് അവരെ തിരഞ്ഞെടുത്തത്. ദാനിയേൽ, അനനിയാസ്, മിസായിൽ, അസേറിയാസ് ഇവരായിരുന്നു ആ 4 പേർ. 3 വർഷക്കാലം ഇവരെ പ്രത്യേകം മാറ്റി താമസിപ്പിച്ച് പരിശീലനം കൊടുത്തതിനു ശേഷം നബൂഖദ്നേസറുടെ അടുക്കൽ ഹാജരാകണം എന്നതായിരുന്നു കൽപ്പന. കാലഡിയൻസിൻ്റെ ഭാഷയും തത്വങ്ങളുമാണ് പഠിപ്പിക്കേണ്ടിയിരുന്നത്. 4 പേരിലും മിടുക്കൻ ദാനിയേലായിരുന്നു. അവരുടെ പഠനം കഴിഞ്ഞു. രാജാവിൻ്റെ മുൻപിൽ അവർ ആനയിക്കപ്പെട്ടു. തൻ്റെ പുത്തൻ പ്രജകൾ അത്ര നന്നായി പഠിച്ചതിനാൽ രാജാവിന് തൃപ്തിയായി. അവരോളം വിജ്ഞാനികളായിട്ട് നാട്ടിൽ ആരും ഇല്ലെന്നായി. എന്തു ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ അവർ തയ്യാറായിരുന്നു. അതിബുദ്ധിമാനായതുകൊണ്ട് ദാനിയേലായിരുന്നു കൊട്ടാരക്കോടതിയിൽ ഏറ്റവും ബഹുമാന്യനായ അംഗം. സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ പ്രത്യേകമായൊരു അറിവ് ദൈവം അവന് നൽകിയിരുന്നു. പേഗന്മാരുടെ ഇടയിൽ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഈ കഴിവ്. സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ സ്വപ്നങ്ങൾ, ഭാവിയെപ്പറ്റിയുള്ള അർത്ഥം തുളുമ്പുന്നവയാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. ലക്ഷണം പറയാനുള്ളവർ എല്ലാ രാജ്യത്തും ഉണ്ടാകാറുണ്ട്. 1 2 അല്ല, പലരും ഉണ്ടായിരുന്നു. ദാനിയേൽ ഇക്കൂട്ടത്തിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇതിനായി നിയോഗിക്കപ്പെട്ടവർക്ക് സ്വപ്നത്തിൻ്റെ അർത്ഥം പറയാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ദാനിയേലിനെ വിളിപ്പിക്കാറുണ്ട്. അവൻ്റെ വ്യാഖ്യാനങ്ങൾ ദൈവസഹായത്തോടു കൂടിയുള്ളവയായിരുന്നു. അതുകൊണ്ടൊരിക്കലും അവ തെറ്റിപ്പോകാറില്ലായിരുന്നു. പേഗൻ ദേവന്മാരിൽ ഒരുത്തനെ നശിപ്പിക്കുവാൻ ദാനിയേൽ ഒരിക്കൽ ഉത്തരവായി. ആ ദേവൻ്റെ വൈദികരും കൊല്ലപ്പെട്ടു. ജനങ്ങൾ രോഷാകുലരായി. ദാനിയേലിനെ പുറന്തള്ളണമെന്നായി അവരുടെ വാദം. എന്നാൽ രാജാവിന് ദാനിയേലിനോട് അനുഭാവമുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ നിർബന്ധത്തിന് അദ്ദേഹം വഴങ്ങി. അവരവനെ സിംഹങ്ങളുടെ കൂട്ടിലിട്ടു. സിംഹങ്ങൾ അവനെ ഉപദ്രവിച്ചില്ല. 7-ാം ദിവസം രാജാവ് അവനെ സ്വതന്ത്രനാക്കി. കർമ്മശൂരനായിരുന്നു ദാനിയേൽ. അവൻ രാജാക്കന്മാരെ കുറ്റപ്പെടുത്താറുണ്ട്. കള്ളത്തരങ്ങൾ തുറന്നു കാട്ടാറുണ്ട്. കള്ളമതങ്ങളെപ്പറ്റിയുള്ള, പ്രത്യേകിച്ചും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിക്കുകയും പണിയെടുക്കുകയും ചെയ്തിരുന്നു. അവരിൽ പലരും വഴിതെറ്റിപ്പോയവരായിരുന്നു. മതകാര്യങ്ങളിൽ തീരെ ശ്രദ്ധയില്ലാത്തവരായിരുന്നു. വേറെ ചിലർ, അക്കൂട്ടത്തിൽ ഇസ്രായേൽക്കാർ എന്ന് വിളിക്കപ്പെടാൻ പോലും ഇഷ്ടമില്ലാത്തവരുണ്ടായിരുന്നു. മഹത്വമേറിയ ഒരു പുത്തൻ ജെറുസലേമിനെ പറ്റിയും പ്രത്യേകിച്ച് മിശിഹായുടെ വരവിനെപ്പറ്റിയും ജനങ്ങളിൽ ആശ ഉണർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ദാനിയേൽ. അദ്ദേഹം ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല.